നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളത് എല്ലാവരും ഒന്ന് കാണുക. കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കാം. ഇപ്പോൾ ഈ ഫുട്ബോളിൻ്റെ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം അവരവർക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിൻ്റെ കട്ടൗട്ടുകൾ വെക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തിൻ്റെ കൊടികൾ വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രസീൽ ആരാധകർ അവരുടെ പതാക ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൊണ്ട് കെട്ടിയ സമയത്ത് ഈ ബ്രസീലിൻ്റെ കൊടി പച്ചയായതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ സംഘിക്കുട്ടന്മാർ, അതായത് നമ്മുടെ രാഷ്ട്രബോധമുള്ള രാജ്യത്തെ സേവിക്കുന്ന സ്വയം സേവ സംഘകരായിട്ടുള്ള ഈ പൊട്ടന്മാർ വിചാരിച്ചു ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന്. സത്യത്തിൽ ഹരി എന്ന് എഴുതുമ്പോൾ പറയുന്നു വായിക്കുന്ന ഈ വൃത്തികെട്ട ഊളകളുണ്ടല്ലോ, ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി അവന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നതും കേട്ടിട്ട് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വന്ന് പച്ച വർഗീയത വിളമ്പുന്ന ഇവനെ പോലുള്ള വേട്ടാവളിയന്മാർ, ഇവന്മാരാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം, നമ്മുടെ നാണക്കേടും. സത്യത്തിൽ വാർത്ത ആദ്യം വന്ന് 24-നകത്ത്, അതിനുശേഷം നമ്മുടെ കേരളത്തിലെ സത്യസന്ധമായ വാർത്തകൾ ചെയ്യുന്ന, അതിനുശേഷം നമ്മുടെ വിസർജനം ചാനലിനകത്ത് ഈ ഒരു വാർത്ത വന്നായിരുന്നു. അതായത് ഈ ചെയ്ത സംഖ്യകളെ വെളുപ്പിക്കാൻ വേണ്ടി ഈ വാഴകളെല്ലാം കൂടെ വന്നിരുന്നുകൊണ്ട് ഒരു അടുപ്പ് കൂട്ടി ചർച്ച നടത്തി ഈ കൃമി കീടങ്ങളെല്ലാം കൂടെ പച്ച വർഗീയത പറഞ്ഞു. ഈ ഫുട്ബോൾ കാണുന്നവരാ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പല രാജ്യങ്ങളിലെയും പ്ലെയേഴ്സിനെയും ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെടുന്നതും അവരൊക്കെ കട്ടൗട്ടൊക്കെ വെക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഫുട്ബോളിൽ ഇപ്പം നല്ല മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മത്സരത്തിൽ സമനില പിടിച്ചിരുന്നു ഇറാൻ. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദ സൂചകമായിട്ട് ആയത്തുല്ലാ ഖമേനിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട്, ഈ കളിക്കാരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഫ്ലെക്സ് വെച്ചു. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വിസർജനം ചാനലിനും നമ്പ്യാർക്കും ഈ കൃമി കീടങ്ങൾക്കൊക്കെ നന്നായിട്ട് കുരുപൊട്ടി ഇവന്മാർ വന്നിരുന്നുകൊണ്ട് പച്ച വർഗീയതയാണ് ഈ ചാനലിലൂടെ വിളമ്പിയത്. സ്പെയിൻ്റെ ഒരു കളിക്കാരൻ സൗദി അറേബ്യക്കെതിരെ ഗോൾ അടിച്ച് അതിൻ്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് അയാൾ ആ കളിക്കുന്ന കളത്തിനകത്ത് അയാൾ സുജൂദ് ചെയ്തു. ഈ സുജൂദ് ചെയ്തത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ വിസർജൻ ചാനലിലെ ഒരു മരവാണം സംഘി വല്ലാത്ത ചൊറിച്ചിൽ അവനിക്ക്. ഇപ്പം ഇന്നലെ നമ്മുടെ മെസ്സി 2 ഗോൾ അടിച്ചല്ലേ, 2 ഗോൾ അടിച്ചപ്പോഴത്തേക്ക് മെസ്സി അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമായിട്ടുള്ള കുരിശ് അദ്ദേഹം വരയ്ക്കും നമ്മളെല്ലാവരും കണ്ടു. അവരവരുടെ ഇഷ്ടപ്രകാരമുള്ള വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് ഇവർക്കും കുരുപൊട്ടി ഒലിക്കുന്നെന്ന് മാത്രമല്ല, ഇനി ഫുട്ബോളിന് ഇസ്ലാം അങ്ങോട്ട് വിഴുങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഫുട്ബോൾ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് വരാൻ പോവുകയാണ്. അപ്പം അവരുടെ കരച്ചിലും നിലവിളിയും ഒന്ന് കേട്ടു നോക്കിയാലോ. രഞ്ജിത്ത്, ഈ മറ്റു രാജ്യങ്ങളിൽ ഇത്തരത്തിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പല വിദേശ രാജ്യങ്ങളും നമുക്ക് ചില ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെതിരെ അതികർശനമായ നിലപാടുകൾ അതാത് സർക്കാരുകൾ എടുത്തു പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഈ പട്ടാമ്പി നേർച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഹമാസിന്റെ നേതാക്കളെ വെച്ചുകൊണ്ട് വലിയ പ്രകടനങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുകയാണ്. ഹമാസിന്റെ ആളുകൾ വന്ന് ഇവിടെ വെർച്വൽ ആയി വന്ന് പ്രസംഗിച്ചു പോകുന്നു. അവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് വലിയ സദസ്സുകളൊക്കെ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ സിംഗപ്പൂരിൽ ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ ഇന്ത്യൻ ഇമാമിനെ സിംഗപ്പൂർ നാടുകടത്തി. ഇത് കേരളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയും? തീർച്ചയായും നീലിമ, നമ്മൾ ഈ ഫുട്ബോളിലെ ഒരു മതത്തിൻ്റെ അതിപ്രസരം പറഞ്ഞു. അയത്തുള്ള അലി ഖമനേയിയുടെ ചിത്രം വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് അത് ഫുട്ബോളുമായി ചേർത്ത് ഇറാന് വേണ്ടി ആശംസ അറിയിച്ച് വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിലൊട്ടും അത്ഭുതപ്പെടുന്നില്ല. കാരണം ലോകത്തിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളും കൊടും കുറ്റവാളി എന്ന മുദ്ര കുത്തിയ, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഹമാസിൻ്റെ 2ാമനായിട്ടുള്ള ഖാലിദ് മിഷേലാണ് നമ്മുടെ മലപ്പുറത്ത് വെർച്വൽ ഇന്റർവ്യൂവിൽ വന്ന്, അല്ലെങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ചെറുപ്പക്കാരെ അഭിസംബോധന സംസാരിച്ചത്. അത് ഖത്തറിലിരുന്നുകൊണ്ട്. അന്ന് ഇയാൾ ലോകത്തെ അമേരിക്ക അടക്കം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദിയാണ്. ആ തീവ്രവാദിക്ക് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം കൊടുത്തു മലയാളി. അതിനെ എല്ലാം സപ്പോർട്ട് കൊടുത്തു കേരളത്തിലെ സർക്കാർ സംവിധാനം. അപ്പോൾ ഞാൻ ഈ ഖമനേയിയുടെ ചിത്രം വെച്ചാൽ അത്ഭുതപ്പെടുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. അതായത് ഇത് കേരളത്തിലെ മാത്രമല്ല ഗൗതം, ഈ കേരളത്തിലെ മാത്രം വിഷയമല്ല. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന അതൊരു വികാരമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഫുട്ബോൾ ഒരു വികാരമാണ്, ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കുന്നതാണ് എന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടെന്നാൽ ഈ ഫുട്ബോൾ ലീഗുകളിലേക്ക്, അതായത് അത് ഒരു പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ പോഗ്ബ പോലെയുള്ള
വളരെ പേരുകേട്ട ഇസ്ലാമിക താരങ്ങൾ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം ക്രമേണ വന്നത്. അതായത് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രൊമോട്ടർമാരാണ്, അംബാസഡർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് കൃത്യമായി തന്നെ ഇവരുടെ പണി നടത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്ത കുറെ പൊട്ടന്മാരാണ് ഈ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, ഞാൻ തമാശയല്ല പറഞ്ഞത്. ഈ ഫുട്ബോള് ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കി നോക്ക്, ഫുട്ബോളിന്റെ ലീഗുകൾ ശക്തമായ രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷം 15 വർഷത്തിനപ്പുറത്തേക്ക് ഇസ്ലാമികവൽക്കരണം ശക്തമായില്ലേ? അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ആരാണ്? ഈ ഇസ്ലാമിസ്റ്റുകളാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. ഇംഗ്ലണ്ടിൽ കണ്ടില്ലേ നമ്മൾ, അമേരിക്കയിൽ ഉണ്ടായില്ലേ, നമ്മുടെ സ്പെയിനിലുണ്ടായില്ലേ, യൂറോപ്പിലെ എത്ര രാജ്യങ്ങളിലുണ്ടായി. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ചാലകശക്തിയായി മാറിയത് ആ രാജ്യങ്ങളിലേക്കുള്ള ഈ ഫുട്ബോളിന്റെ വലിയ വളർച്ചയും അവിടേക്കുള്ള ഈ ഞങ്ങളുടെ ഇപ്പോൾ മെസ്സി മാറി, അവർ മാറി, ഇവർ മാറി, ഇത്തരം ആളുകൾ, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ, അതായത് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ പോലും ഈ പറയുന്ന ഖുറാനും ഇസ്ലാമിക ബിംബങ്ങളും ചുണ്ടുന്നു. അവിടെ ഗോളടിച്ചാൽ തന്നെ അടുത്ത ഇസ്ലാമിക ബിംബം കാണുന്നു. ക്രിക്കറ്റിലും ഇടക്കാലത്തുണ്ടായിരുന്നു ഇത്തരം നടപടികൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരൊരു അംബാസഡർമാരാണ്, മതത്തിന്റെ അംബാസഡർമാരാണ്. അത് യൂറോപ്പ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം അതിന്റെ കെടുതി അനുഭവിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കാര്യം ഈ ഫുട്ബോളിന്റെ അതിപ്രസരം അതിലൂടെ കടത്തിവിട്ട മതത്തിന്റെ ഒരു വലിയ വിഘാതമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇത് നിങ്ങൾക്ക് പുസ്തകങ്ങളിലൂടെ വായിക്കാൻ കഴിയും, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിലൂടെ വായിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ചില ആളുകൾ വരികയും അവരുടെ ആശയം അടിച്ചേൽപ്പിക്കുകയും ഈ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ, ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലഹരി പിടിച്ചിരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇവരുടെ ആശയങ്ങളാണ് അവരുടെ ആശയങ്ങൾ, അതിലേക്ക് മാറിപ്പോയി അത് ആ രാജ്യത്തിന് തന്നെ വലിയ വിഘാതമായി മാറി എന്നുള്ളത് ഇതൊരു ഫുട്ബോളിന്റെ ഒരു വളരെ വലിയൊരു നെഗറ്റീവാണ്. അല്ല, ക്രിക്കറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ ദാനിഷ് കനേറിയ പല വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഒരു ഹിന്ദു ആയതുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഹിന്ദുവിനോട് വിവേചനമാണെന്ന് പാകിസ്ഥാൻകാരനായ ദാനിഷ് കനേറിയ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. യൂസഫ് യുഹാന എന്ന പാകിസ്ഥാന്റെ പഴയകാല ബാറ്റ്സ്മാനെ ഒരു കാലത്ത് നമ്മൾ യൂസഫ് യുഹാനെ നമ്മൾ കാണുമ്പോൾ പിന്നീട് കാണുന്നത് താടിയൊക്കെ വളർത്തി മുഹമ്മദ് യൂസഫ് ആയിട്ടാണ്. ഇത് ജനറൽ ഇത് ക്രിക്കറ്റിലുണ്ട്, ഫുട്ബോളിൽ മാത്രമല്ല ക്രിക്കറ്റിലുണ്ട്. കേരളത്തിലെ ആ ഫുട്ബോൾ ഭ്രമം ഏറ്റവും കൂടുതൽ എവിടെയുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് രഞ്ജിത്ത് അമ്പാടി പറഞ്ഞ, ഗൗതം പറഞ്ഞ ആ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യമുള്ളത്. എന്ത് പച്ച വർഗീയതയാണല്ലേ ഈ നാറികൾ വന്നിരുന്നുണ്ട് ഈ എന്താ പറയുക ഈ സ്പോർട്സിൽ പോലും കലർത്തിക്കൊണ്ടിരുന്നത്. പച്ച വിഷമാണ് ഇവൻ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ സ്പെയിനിന്റെ ഒരു കളിക്കാരൻ ഗോൾ അടിച്ചപ്പോഴത്തേക്ക്, സ്പെയിൻ്റെ ആ കളിക്കാരൻ മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം ഗോൾ അടിച്ചതിന്റെ ആഹ്ലാദത്തിൽ അയാൾ സുജൂദ് ചെയ്തു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കുരുപൊട്ടിയത്. നമ്മുടെ മെസ്സി ഇന്നലെ ഗോൾ അടിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം അദ്ദേഹം കുരിശു വരച്ചു. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാത്തിലും വർഗീയത പറഞ്ഞ് ഈ കാളകൂട വിഷമായിട്ടുള്ള ഈ നമ്പ്യാരുടെ ഈ ചാനലും ഈ സാമാനവും അടിച്ച് പൊളിച്ച് തൂരക്കളഞ്ഞില്ലെങ്കിൽ കേരളം ഇവന്മാർ നശിപ്പിക്കും. ഉറപ്പാണ് ആ കാര്യത്തിൽ. എല്ലാത്തിലും അവന്മാർ ജിഹാദ് കൊണ്ടുവന്ന്, ഇപ്പോൾ ഫുട്ബോൾ ജിഹാദ് വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അവന്മാർ ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള സർക്കാർ അധികാരം ഏറ്റിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കുക ഇവന്മാരുടെ ഈ വാർത്തകളും, ഇവന്മാർ ഈ കൂടിയിരുന്നുകൊണ്ട് ഈ കൊണയടിക്കുന്നതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സർക്കാരെ, എൻ്റെ പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് അന്ധമായ ഒരു സമുദായത്തോടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കുഷ്ഠം തുപ്പുന്ന ഈ വൃത്തികെട്ട ചെറ്റക്കൂട്ടങ്ങളെ നിലക്ക് നിർത്തേണ്ടത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെയാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇപ്പം ഇംഗ്ലണ്ട് ആയാലും സ്പെയിൻ ആയാലും ഇറ്റലി ആയാലും US ആയാലും ന്യൂസിലൻഡ് ആയാലും ഇവിടെയൊക്കെ മുസ്ലിം കളിക്കാർ വരുന്നത് ആ രാജ്യത്തിൻ്റെ ആൾക്കാരാണ്. അവരതിന് പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാരെ പോലെ വേൾഡ് പൊട്ടന്മാർ, സത്യത്തിൽ മതം തലക്ക് പിടിച്ചിട്ടും ഭ്രാന്തായിട്ടുള്ള മതയോളി നായ്ക്കളാണ് ഈ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്നതിനകത്ത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പിടിവിട്ടു പോകും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.